കാലത്തിന്റെ കാവ്യനീതി പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. എന്താണ് സംഭവിക്കുക എന്നറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ വലിയ തോതിലുള്ള അധികാരം നഷ്ടപ്പെടലാണ് നടന്നത്. അപ്പോഴാണ് സംഘി എന്ന് ചാപ്പ കുത്തുകയും സംഘിയാണെന്നൊക്കെ പറയുകയും ഇവൻ സംഘിയാണ്, ഇവനെ സൂക്ഷിക്കണമെന്നൊക്കെ പലരും പറയുകയൊക്കെ ചെയ്ത് വേണ്ട ജഗപൊക ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ വന്ന് ജഗപൊക ഉണ്ടാക്കുന്ന ശശികുമാർ അവർ അദ്ദേഹം ജനകീയ പ്രതിരോധ സമിതിയുടെ, അതായത് വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റിയുടെ നേതാവാണ്. അദ്ദേഹം അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളുമാണ്. ആ ശശികുമാറിനെ വീണ്ടും സിൻഡിക്കേറ്റിലേക്ക് ആര് കൊണ്ടുവന്നു? ഈ UDF ഗവൺമെൻറ് കൊണ്ടുവന്നു. സിൻഡിക്കേറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ സമ്പൂർണ്ണമായും സിൻഡിക്കേറ്റ് UDF സിൻഡിക്കേറ്റായി. പക്ഷേ അതിനകത്ത് SFIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സമ്പൂർണ്ണമായ മേധാവിത്വം സമ്പൂർണ്ണമായും UDFനായി. അങ്ങനെ നിന്നപ്പോഴാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻകാർ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിക്കാർ ഹൈക്കോടതി കൊണ്ടൊരു കേസ് കൊടുക്കുകയും, അതായത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 70കളിലോ 77ലാന്ന് തോന്നുന്നു. അതായത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു. ആർക്ക്? AKG സെൻറ്ററിന് കുറച്ച് സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു. 15 സെൻറ്റ് സ്ഥലമേ അന്ന് കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ 15 സെൻറ്റ് സ്ഥലത്തിൽ നിന്ന് അത് എത്ര സെൻറ്റായി മാറി? കാലം മാറിയപ്പോൾ അത് 50 സെൻറ്റായി മാറി എന്നുള്ളതാണ് ശശികുമാറിൻ്റെ വാദം. അങ്ങനെ 50 സെൻറ്റായി മാറിയപ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചേറ്റെടുക്കണം ആ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല AKG സെൻറ്റർ പണിതിരിക്കുന്നത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിനാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത്, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാറ്റി. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ തന്നെയുള്ള സ്ഥലത്തേക്ക്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വേറെ ബിൽഡിങ്ങിലേക്ക് അവർ മാറ്റി. AKG സെൻറ്റർ എന്ന് പറഞ്ഞ് വേറെ ബിൽഡിംഗ്. പക്ഷേ ഇപ്പോൾ ഇത് AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന പേരിലാണ് നടക്കുന്നത്. പക്ഷേ വളരെ സീരിയസ് ആയ പഠനവും ഗവേഷണവും നടക്കുന്നില്ല. കാരണം CPMനകത്ത് ഇപ്പോൾ എന്ത് പഠനം, എന്ത് ഗവേഷണം? അവർ പാർലമെൻ്ററി പാർട്ടി രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരു ചിന്തയും ദേശാഭിമാനിയും ഉണ്ടെന്നല്ലാതെ വേറെ സീരിയസ് ആയിട്ട് കാര്യങ്ങളും പഠനമൊന്നും ഇല്ലല്ലോ. പിന്നെ പഠന കോൺഗ്രസ് നടത്തും വല്ലപ്പോഴും. അത് അപ്പോഴത്തെ തട്ടിക്കൂട്ടുന്ന സാങ്കേതിക വിദഗ്ധരുടെയും പ്രവർത്തകരുടെയൊക്കെ ഒരു കലാപരിപാടിയായിട്ട് അതങ്ങ് പോകും. അല്ലാതെ ഒരു സ്ഥിരമായ ഗവേഷണവും പഠനവും ഒന്നും അവിടെ നടക്കുന്നില്ല. ആ സമയത്താണ് ശശികുമാർ വളരെ ഗൗരവമായി സിൻഡിക്കേറ്റിൽ വന്നപ്പോൾ ഭൂമി അളക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് കോടതിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാൻ പറ്റില്ല എന്ന് CPM പ്രതിനിധി എന്തോ പറഞ്ഞു തോന്നുന്നു. അങ്ങനെ ചർച്ച നടന്നില്ല. ചർച്ച നടക്കാതെ തന്നെ മിനിറ്റ്സിലൂടെ അളക്കാൻ തീരുമാനിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം അളക്കുകയാണ്. അങ്ങനെ രേഖകൾ വെച്ച് അളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 35 സെൻറ്റ് സ്ഥലം കൂടി AKG സെൻറ്ററിന് കൊടുത്തതായിട്ട് തെളിയും. അത് കൊടുക്കുമ്പോൾ തെളിഞ്ഞാൽ ഇനി അത് സിൻഡിക്കേറ്റ് ആ സ്ഥലം തിരിച്ചു പിടിക്കുമോ? അതിന് സിൻഡിക്കേറ്റിന് കഴിയുമോ? കോടതിയിൽ കേസിനിരിക്കുന്നത് കൊണ്ട് കേസിൻ്റെ വിധി വന്നിട്ട് അത് ചെയ്യുമോ? വിധിക്ക് മുമ്പേ ചെയ്യുമോ? എന്തായാലും AKG സെൻറ്ററിൻ്റെ ആ 35 സെൻറ്റ് സ്ഥലം തിരിച്ചു പിടിക്കുന്നതിനുള്ള വലിയ നിശ്ചയദാർഢ്യത്തിലാണ് ശശികുമാർ സംഘവും. അതുകൊണ്ടാണല്ലോ അവർ ഗവർണർക്ക് പരാതി കൊടുത്തു, ഹൈക്കോടതി കൊണ്ട് പരാതി കൊടുത്തു. അവരെ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിനോട് കൃത്യമായ ആ ഫയലിൽ കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് UDF ആണ്. അവർ AKG സെൻറ്ററിന് അനുകൂലമായി ഒരു കാരണവശാലും കാര്യങ്ങൾ കൊടുക്കാൻ സാധ്യതയില്ല. അവർ സത്യസന്ധമായി കാര്യങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും AKG സെൻറ്ററിൻ്റെ സ്ഥലം തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 35 സെൻറ്റോളം സ്ഥലം ആ കെട്ടിടമിരിക്കുന്ന 15 സെൻറ്റ് സ്ഥലത്തിലൊഴിച്ച് ബാക്കി സ്ഥലം നിർബന്ധമായും തിരിച്ച് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ടി വരും. അതിന് യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കുമോ? സിൻഡിക്കേറ്റ് വഴി ഏറ്റെടുക്കുമോ? കോടതി വഴി ഏറ്റെടുക്കുമോ? അതോ ഇനി ഗവർണർ അതിനകത്ത് ഓർഡർ ഇറക്കുമോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് സംശയമുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ശശികുമാർ സംഘവും നടത്തിയ നിയമ പോരാട്ടത്തിനോടൊപ്പം അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ഇത് അളപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം യൂണിവേഴ്സിറ്റി കിട്ടുമോ? അതോ AKG സെൻറ്ററിന് കൊടുത്തിട്ട് മാർക്കറ്റ് വാല്യൂ കണക്കാക്കി പൈസ AKG സെൻറ്ററുകാർ ഇങ്ങോട്ട് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, CPM പാർട്ടി കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ സ്ഥലം വിട്ടുകൊടുക്കുമോ എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു സമസ്യയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം അളക്കാൻ തീരുമാനിച്ചു.